ഗൈസ് ബ്ലാക്ക് ആണ് ഗൈസ്, ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലെയർ കൂടെ ഉണ്ട് ഗൈസ്. ഓ പെപ്പയുടെ കാർഡ്. നൈസ് നൈസ് നൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മുടെ ഗെയിമിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലൂടെ ഗെയിം ഓപ്പൺ ചെയ്തില്ല. എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് പുതിയ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മാസ്റ്റർ ലീഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവർ കണക്റ്റിൽ പറയാത്ത കുറച്ച് സാധനങ്ങൾ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം അപ്ഡേറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എന്നോട് അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എത്ര GB ആയിരിക്കും ഗൈസ്? 2.44 GB. കാരണം അത്രത്തോളം സാധനം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും GB അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിമിനകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ്. ഞാൻ ഫുള്ള് കയറിയിട്ടില്ല ഗൈസ്, അപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു പ്ലേ സ്റ്റോറിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫൈനലി ഗൈസ് നമ്മുടെ ഗെയിം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിമിനകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി എല്ലാവരും യൂട്യൂബിൽ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം. പിന്നെ മറ്റേ ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം, ഏതെങ്കിലും പ്ലെയർ കിട്ടാനില്ല എന്ന് നോക്കാം. ഓക്കെ, പിന്നെ ആദ്യം ഹസാർഡിന്റെ പാക്ക് ആദ്യം നമുക്ക് ഒരു 500 കോയിൻ ഓഫർ ഉണ്ട്. അപ്പോൾ അതുകൂടെ സ്പിൻ ചെയ്യാം. അപ്പോൾ സ്പിൻ ചെയ്യണമെന്നുള്ളവരൊക്കെ ഒന്ന് സ്പിൻ ചെയ്തു. 500 കോയിനല്ലേ ഉള്ളൂ. ഇപ്പോൾ ഫ്രീ ആയിട്ട് കളിച്ച് കിട്ടിയ കോയിൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പിൻ ചെയ്തു. ഓക്കെ, 1 ബില്യൺ ഡൗൺലോഡ്സ് ക്യാമ്പയിൻ. ഇതിനകത്ത് 50 കോയിൻസ് ഉണ്ട് ഗൈസ്. പിന്നെ എല്ലാ പാക്കിന്റെയും ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കെല്ലാം റിസീവ് ചെയ്യാം. ഇതപ്പോ ഇന്നലെ അവര് കണക്റ്റില് പറയാത്ത ഒരു പ്ലെയർ കൂടെ ഇതിനകത്തുണ്ട്. സ്ലാട്ടന്റെ കാർഡ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാസ്റ്റർ ലീഗും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് പറയണത്. ട്രൈ ചെയ്ത് നോക്കേണ്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. മാസ്റ്റർ ലീഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കത് വരും ദിവസങ്ങളിൽ ലൈവിലോ അല്ലാതെ ഗെയിം പ്ലേ ആയിട്ടൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, പുതിയ പ്ലേയേഴ്സിന്റെ പാക്കും കാര്യങ്ങളൊക്കെ നോക്കാം. നാഷണൽ ഓൾ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാക്ക്, അത് ഇന്നലെ കണക്റ്റിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു പാക്കാണ്. അതിൽ സ്ലാട്ടന്റെ ഒരു കാർഡ് കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ജെ ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കുണ്ട്. 2 പ്ലേയേഴ്സേ ഉള്ളൂ. അതിനകത്ത് ഫെർണാണ്ടോ ടോറസും പിന്നെ ഇനിയസ്റ്റയുടെ ഒരു കാർഡ്. 100 പ്ലേയേഴ്സ് ആണ്, 100 പ്ലെയർ പാക്കാണ് ഗൈസ്. പിന്നെ ഷോർട്ട് ടൈം കാർഡ്, പിന്നെ പ്ലെയർ ഓഫ് ദ വീക്ക്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലേയേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള പാക്കുകൾ. എന്തായാലും ഇനിയിപ്പോ വേറെ എന്തൊക്കെയുണ്ട്? വേറെ മാനേജറും കാര്യങ്ങളൊക്കെ ഉണ്ടോ? മാനേജർ പാക്കൊന്നും ഇല്ല. സ്റ്റേഡിയം, ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫ്രീ സ്പിൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ പ്ലെയർ അടിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു ഹൈലൈറ്റ് കാർഡ്. ഇതിനകത്ത് നോക്കാം.
അടിച്ചില്ല. വേറെ ഏത് ഷോർട്ട് ടൈം ബാക്കിനകത്തൊരു ഫ്രീ സ്പിന്നോടുണ്ട്. എല്ലാത്തിലും ബേസ് കാർഡ്, ഒരു ഹൈലൈറ്റ് കാർഡും പിന്നെ ബാക്കിയെല്ലാം ബേസ് കാർഡ്. ഇതപ്പോ നമ്മുടെ കയ്യിൽ ഒരു 500 കോയിൻ ഉണ്ട്. 500 കോയിൻ ഓഫർ ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് അത് സ്പിൻ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് 1 ബില്യൺ ഡൗൺലോഡ്സിന്റെ ആ ക്യാമ്പയിൻ പാക്ക് ഉണ്ടല്ലോ, ആ ഒരു പാക്ക് അത് നമുക്ക് സ്പിൻ ചെയ്യാം. ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഗൈസ്. അങ്ങനെ ഫൈനലി 1 ബില്യൺ ഡൗൺലോഡ്സിന്റെ ഒരു പാക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ വേറൊരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട് അവർ, അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഓക്കെ, ഫസ്റ്റത്തെ സ്പിൻ കൊടുത്തിട്ടുണ്ട്. CB 250 പ്ലേയേഴ്സ് ആണ് ഈ പാക്കിലുള്ളത്. 250 പ്ലേയേഴ്സിൽ ജെറാഡ്, ടോട്ടി, പിന്നെ നമ്മുടെ റൊണാൾഡിനോ, കഫു, ബെർബറ്റോ, എഡ്മിൽസൺ, പിന്നെ പെറൂസി, പുതിയൊരു കാർഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ സ്പിന്ന് തരൂലെന്ന് തോന്നുന്നു. ഫ്രീയായിട്ട് കൊണ്ടുവന്നാലും തരൂലേ. 3 സ്പിന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്ത 4ാമത്തെ സ്പിന്നാണ്. ഓക്കേ, ഇതൊക്കെ 5ാമത്തെ സ്പിന്ന് കൊടുക്കുന്നുണ്ട്. ഒരു പ്ലെയറെങ്കിലും കിട്ടിയാൽ മതിയായി. 6ാമത്തെ സ്പിന്ന്. ലാസ്റ്റ് ഒരു സ്പിന്നൂടെ ഉണ്ട്. ലാസ്റ്റ് 2 സ്പിന്നൂടെ ഉണ്ട്. ഓക്കെ, ഫൈനൽ സ്പിന്ന്, ലാസ്റ്റത്തെ സ്പിന്ന്, അവസാനത്തെ ഒരു സ്പിന്ന്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. അങ്ങനെ ആരും കിട്ടിയിട്ടില്ല, എല്ലാം ബേസ് കാർഡായിരുന്നു ഗൈസ്. ഗൈസ്, അപ്പോൾ ഇതിൽ എന്തായാലും വീണ്ടും നമുക്കൊരു 20 ചാൻസ് കൂടെ നമുക്ക് കിട്ടും. ചാൻസ് ഡീലൂടെ നമുക്ക് കിട്ടും. 9-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് ആ ഒരു ചാൻസ് ഡീൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 20 ചാൻസ് ഡീൽ എടുത്തിട്ടും എപ്പിക് അടിക്കാത്തവർക്ക് വേണ്ടിയിട്ട് അവർ വേറൊരു സംഭവം കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ആദ്യം നമ്മളൊരു 7-8 സ്പിന്ന് നമ്മൾ ചെയ്തായിരുന്നു. 8 സ്പിന്ന് ചെയ്തിട്ട് നമുക്ക് എപ്പിക് അടിച്ചില്ല. അതുപോലെ വീണ്ടും ഒരു 20 സ്പിന്ന് ചാൻസ് ഡീൽ നമുക്ക് വീണ്ടും കിട്ടും. ആ ഒരു 20 ചാൻസ് ഡീലിനകത്ത് നമുക്ക് എപ്പിക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എപ്പിക് മാത്രമായിട്ടുള്ള ഒരു പാക്ക് അവർ തരും. ആ ഒരു പാക്കിന്ന് ഒരു ചാൻസ് ഡീൽ തരും എന്തായാലും. അപ്പൊ അതിനകത്ത് നിന്ന് എന്തായാലും ഒരു പ്ലെയറെങ്കിലും നമുക്ക് അടിക്കും. അങ്ങനത്തെ ഒരു ഇതുകൂടെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും 30-ാം തീയതിയാണ് ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് എപ്പിക് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഫ്രീ സ്പിന്ന് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ആ ഒരു ഫ്രീ സ്പിൻ എന്ന് പറയുന്നത് എപ്പിക് അടിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എപ്പിക് അടിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ സ്പിന്നാണ് അത് കിട്ടാൻ പോകുന്നത്. അതിപ്പോ എപ്പിക് അടിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു എപ്പിക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അവർ കൊണ്ടുവന്നിട്ടുള്ള. എന്തായാലും കുഴപ്പമില്ല. ലക്കില്ലാത്തവർക്ക് ഇപ്പോ എന്നെ പോലെ എപ്പിക് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഒരു ഫ്രീ സ്പിന്നും കൂടെ കിട്ടും. അത് എപ്പിക് പ്ലേസ് മാത്രമായിരിക്കും അതിനകത്ത്. എപ്പിക് പ്ലേസ് മാത്രമായിട്ട് കൊണ്ടുവരുന്ന ഒരു പാക്ക്. അതിനകത്ത് നിന്ന് നമുക്ക് എന്തായാലും ഒരു എപ്പിക് അടിക്കുന്ന രീതിയിൽ ഒരു ഫ്രീ സ്പിന്ന് തരും. അങ്ങനെയാണ് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് വരുന്ന സമയത്ത് നോക്കാം ഗൈസ്. ഇനിയിപ്പോ ബാക്കി എന്താന്ന് വെച്ചാല് നമുക്ക് ഷെവചെങ്കോയുടെ കാർഡൊക്കെ ഇനി അടുത്ത ആഴ്ചയായിരിക്കും വരാൻ പോകുന്നത്. ഇതിൽ റൈക്കാർഡിന്റെ ഒരു പാക്ക് ഉണ്ട്. അപ്പോൾ അത് അടുത്ത ആഴ്ച എന്തായാലും അത് എൻഡ് ആവും. ആ ഒരു പാക്ക് എൻഡ് ആവും. റൗളിന്റെ എന്തായാലും ഇനി 114 ദിവസം കൂടെ ഉണ്ട്. അല്ല, റൈക്കാർഡിന്റെ ആ ഒരു പാക്ക് അടുത്ത ആഴ്ച എൻഡ് ആവും. അപ്പോഴത്തേക്കും അതിനകത്ത് ഷെവചെങ്കോ അല്ലാതെ വേറെ 2-3 പ്ലേയേഴ്സിനെയൊക്കെ ആഡ് ആക്കുമായിരിക്കും. അല്ലാതെ വേറെ പ്ലേയേഴ്സിനെയൊക്കെ ആഡ് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഫ്രീ സ്പിന്ന് സേവ് ചെയ്തിട്ടിരിക്കുന്നവരൊക്കെ ഒന്ന് സ്പിൻ ചെയ്ത് കളഞ്ഞു. കാരണം അതിനിപ്പോ അടുത്ത ആഴ്ച ആകുമ്പോൾ
ശിവചങ്കോടെ കാർഡ് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട, കാരണം അത് അടുത്ത ആഴ്ച ആകുമ്പോൾ അടുത്ത ആഴ്ച ആകുമ്പം ആ ഒരു സ്പിന്നൊക്കെ എക്സ്പയർ ആവും. അതിന് മുമ്പ് സ്പിൻ ചെയ്ത് കളഞ്ഞു, അതിൽ ആവശ്യമൊന്നുമില്ല. എന്തായാലും പോവും ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് കൊണാമി നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ അപ്ഡേറ്റ് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1 ബില്യൺ ക്യാമ്പയിൻ അല്ലേ, അപ്പോൾ നൈസായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെഷീൻസിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇതിനകത്ത് നിന്നാണ് നമുക്ക് ഓരോ ദിവസവും ഓരോ ചാൻസ് ഡീൽ വെച്ച് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഇതിനകത്ത് നിന്ന് നമുക്കൊരു 20 ചാൻസ് ഡീൽ കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 20 എപ്പിക്ക് അടിക്കാത്തവർക്ക് വേണ്ടിയിട്ട് അവസാനം വേറൊരു ചാൻസ് ഡീല്. അത് എപ്പിക്ക് മാത്രമുള്ള ഒരു പാക്കായിരിക്കും ഗൈസ്. എന്തായാലും ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സാധനമാണ് 20 ഇത് കൊടുത്തിട്ടുണ്ട്. 1 ബില്യൺ ഡൗൺലോഡ്സ് ലെജൻഡ് അസംബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്ക് കൊണ്ടുവരും. അത് എന്തായാലും 30-ാം തീയതി ആയിരിക്കും. ആ ഒരു നമുക്ക് എപ്പിക്കിന്റെ ആ ഒരു പ്ലേയേഴ്സ് മാത്രമായിട്ടുള്ള ഒരു പാക്ക് ആയിരിക്കും അത്. എന്തായാലും ആ ഒരു സമയം നോക്കാം. 20 പ്ലേയേഴ്സിന് 20 ചാൻസ് ഡീലിൽ നിന്ന് എപ്പിക്ക് അടിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഇത്. ഓക്കെ, എപ്പിക്ക് അടിച്ചവർക്ക് എന്തായാലും കിട്ടൂല. എപ്പിക്ക് അടിക്കാത്തവർക്ക് വേണ്ടി ലെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ചാൻസ് ഡീല് കിട്ടാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, ഹസാർഡിന്റെ പാക്ക് സ്പിൻ ചെയ്യാം. എന്തായാലും ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. ലെക്ക് ഉണ്ടെങ്കിൽ അടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അടിക്കൂല. ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. $500 കൊടുത്തിട്ടുണ്ട് ഗൈസ്. എപ്പിക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ്. ആരായിരിക്കും? സ്റ്റെറ്റ്കോവിച്ച്. എടാ ഇനിയൊരു പ്ലെയർ കൂടെ ഉണ്ട് കേട്ടാ ഗൈസ്. ബ്ലാക്ക് ആണ് ഗൈസ്, ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇനിയൊരു പ്ലെയർ കൂടെ ഉണ്ട് ഗൈസ്. ഓ, പെപ്പയുടെ കാർഡ്. നൈസ് 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 ഗൈസ്. 500 കോയിനില് നമുക്ക് 2 പ്ലെയർ അടിച്ചിട്ടുണ്ട് ഗൈസ്. നൈസ് നൈസ്. അപ്പൊ 500 കോയിനില് 2 പ്ലെയറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വർത്താണ് ഗൈസ്, വർത്ത്. ഓക്കെ, സ്ലാട്ടിനെ ഹസാർഡിനെ കിട്ടിയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല ഗൈസ്. അപ്പോ മാസ്റ്റർ ലീഗ് നോക്കുന്ന സമയത്ത് അവര് നല്ല രീതിയിൽ തന്നെ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ ലീഗ് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിവിടെ കുറച്ച് കോയിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് പുതിയ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ടീമിലുള്ള നമ്മളെ ഡ്രീം സ്ക്വാഡിനകത്തുള്ള പ്ലേയേഴ്സിനെ തന്നെ നമുക്ക് കോയിൻസ് വെച്ച് നമ്മളെ സ്ക്വാഡിലോട്ട് ഇടാം. അങ്ങനെ കുറച്ച് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മാനേജർ. ഈ കോയിൻസ് നമുക്ക് കളിച്ചെടുക്കാനേ പറ്റുള്ളൂ. ഈ ഒരു കോയിൻസ് കളിച്ചെടുത്തിട്ട് നമുക്ക് മാനേജറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രീം സ്ക്വാഡിലുള്ള മാനേജറും കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് നിന്ന് നമുക്ക് എടുത്ത് ഈ ഒരു സ്ക്വാഡിലോട്ട് കൊണ്ടിടാം. റിലീസ് ചെയ്യണമെങ്കിൽ റിലീസ് ചെയ്യാം. റിലീസ് ചെയ്ത കോയിൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടും. അങ്ങനെ കുറച്ച് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും സ്ക്വാഡ് എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കും സ്ക്വാഡ് ആദ്യം വരുന്നത്. അപ്പോൾ ബാക്കി നമ്മളിനി കളിച്ച് കാര്യങ്ങളൊക്കെ ആണ്ട് ഇനി പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് വെച്ചായിരിക്കും നമുക്ക് പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇതിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ കോയിൻ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കോയിൻ ഓഫറൊക്കെ വേണമെന്നുള്ളവർ കയറി പർച്ചേസ് ചെയ്തു. 1600-ന് 3430 കോയിനാണുള്ളത്. ഇപ്പോൾ കോയിൻ ഓഫറൊക്കെ വേണമെന്നുള്ളൊരു പാക്ക് സ്പിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോയിൻ ഓഫർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവരൊന്ന് സൈറ്റിലും കയറിക്കോ. പിന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്, വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്തു ഗൈസ്.
ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ ഗെയിമിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും മാസ്റ്റർ ലീഗ് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ലൈവിൽ അല്ലെങ്കിൽ ഗെയിം പ്ലേ ആയിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തു. എന്തായാലും ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.